ഇന്ത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടിയ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ താരം കൽപ്പന സോറനാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാകെ ജെഎംഎം സഖ്യത്തിന്റെ കുന്തമുനയായി നിന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനാണ്. കൽപ്പന സോറൻ വയസ്സ് 39, എഞ്ചിനീയറിംഗ് MBA ബിരുദധാരി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ, മുൻ മുഖ്യമന്ത്രി ഷിബു സോറന്റെ മരുമകൾ. രാഷ്ട്രീയ പ്രവേശനം 2024 മാർച്ച് 4. 8.5 മാസത്തിനുള്ളിൽ 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 2 തവണയും ഉജ്ജ്വല വിജയം. ഇതൊന്നുമല്ല കൽപ്പനയെ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിന്റെ നടുവേദിയിൽ തലയുയർത്തി നിർത്തുന്നത്. BJP തന്ത്രങ്ങളെയും പ്രചണ്ഡ പ്രചാരണങ്ങളെയും നേരിട്ട് ജെഎംഎം വിജയമുറപ്പാക്കിയ പോരാളി എന്ന പ്രതിച്ഛായയാണ്. ഇക്കുറി 200-ലധികം റാലികളിലും പൊതുയോഗങ്ങളിലുമാണ് അവർ സംസാരിച്ചത്. ഹേമന്ത് സോറനെതിരായ കേസിനെയും അറസ്റ്റിനെയും ആദിവാസി അഭിമാനത്തിനുമേലുള്ള കടന്നുകയറ്റമായി ബോധ്യപ്പെടുത്താൻ അവർക്കായി. മുഖ്യമന്ത്രിയും ഭർത്താവുമായ ഹേമന്ത് സോറൻ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED കേസിൽ ജയിലിൽ പോകേണ്ടി വന്നപ്പോഴാണ് കൽപ്പനയ്ക്ക് പാർട്ടിയുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വം അനൌദ്യോഗികമായി വന്നു ചേർന്നത്. ഹേമന്ത് സോറൻ ജയിലിലായിരുന്നപ്പോൾ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗത്തിൽ കൽപ്പനയാണ് പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ജനക്കൂട്ടത്തെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന പ്രസംഗശൈലിയും കുറുക്കിക്കൊള്ളുന്ന മറുപടികളുമായി അവർ കളം നിറഞ്ഞു. भारत की 50% महिला आबादी एवं 9% आदिवासी समाज के आवाज के रूप में आप सभी के समक्ष खड़ी हूं. കൽപ്പന വന്നാൽ ആളുകൂടുമെന്ന അവസ്ഥ ജാർഖണ്ഡിൽ എവിടെയും ഉണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഗ്രാമീണർക്കുമിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്കായി. സിറ്റിംഗ് MLA രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന ഗാണ്ഡെ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യ പോരാട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സ്വന്തം മണ്ഡലത്തിലെ പ്രചാരണവും ഒരുമിച്ച് നടത്തി. അന്നും ഇപ്പോഴും സമാനമായ രീതിയിൽ വിജയം ഉറപ്പാക്കി. സ്വന്തം വിജയവും ജെഎംഎം വിജയവും. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ഹേമന്തിന്റെ ഭാര്യ എന്ന നിലയിൽ നിന്ന് ജാർഖണ്ഡിലെ മുൻനിര നേതാക്കളിലൊരാളായി മാറാൻ കൽപ്പന സോറനായി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാവുമ്പോൾ പാർട്ടിയിലും സർക്കാരിലും കൽപ്പനയ്ക്ക് റോൾ എന്താവുമെന്നാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.